എല്ലാവർക്കും നമസ്കാരം. ഞാൻ ഡോക്ടർ അഖിൽ കൃഷ്ണ, എൻഡോക്രൈനോളജിസ്റ്റ് കിംസ് ഹോസ്പിറ്റലിൽ വർക്ക് ചെയ്യുന്നു. അപ്പോൾ നമ്മളിന്ന് ഡിസ്കസ് ചെയ്യുന്നത് ഹൈപ്പോ തൈറോയിഡിസത്തിൻ്റെ മരുന്ന് കഴിക്കുന്നതിൻ്റെ വിധത്തെക്കുറിച്ചാണ്. സോ തൈറോയിഡിൻ്റെ മരുന്ന് കഴിക്കുന്ന ഒരുപാട് പേരുണ്ട്, എസ്പെഷ്യലി സ്ത്രീകൾ ഒരുപാട് പേര് തൈറോയിഡിൻ്റെ മരുന്ന് കഴിക്കുന്നവരുണ്ട്. ഇത് കൃത്യമായ രീതിയിൽ കഴിച്ചില്ല എന്നുണ്ടെങ്കിൽ നമുക്കത് ഉപയോഗപ്പെടണമെന്ന് നിർബന്ധമില്ല. സോ തൈറോയിഡിൻ്റെ മരുന്ന് ഡെയിലി ഒരു നേരം കഴിക്കുന്ന ഗുളികയാണ് തൈറോക്സിൻ എന്ന് പറയുന്ന ഗുളിക. ഇത് കഴിക്കേണ്ട വിധം രാവിലെ വെറും വയറ്റിൽ തന്നെ കഴിക്കണം. ഗുളിക കഴിക്കുമ്പോഴത്തേക്കും ഗുളിക കഴിച്ച് 1 മണിക്കൂറത്തേക്ക് നമുക്ക് വേറെ ഫുഡോ ചായയോ കാപ്പിയോ ഒന്നും കഴിക്കാൻ പാടില്ല. കാരണം ഫുഡൊക്കെ ഇതിൻ്റെ അബ്സോർപ്ഷനെ അഫക്റ്റ് ചെയ്യുന്ന കാര്യങ്ങളാണ്. അതുപോലെ തന്നെ ചില മരുന്നുകൾ തൈറോയിഡിൻ്റെ അബ്സോർപ്ഷനെ ബാധിക്കുന്നുണ്ട്. പ്രത്യേകിച്ച് അയൺ ഗുളികകൾ, കാൽഷ്യം മരുന്ന്, ഗ്യാസിൻ്റെ മരുന്നുകളൊക്കെ. സോ അയൺ ഗുളിക, കാൽഷ്യം ഗുളികകളൊക്കെ പ്രത്യേകിച്ച് ഗർഭിണികൾ സ്ഥിരമായിട്ട് കഴിക്കുന്ന മരുന്നുകളാണ്. അപ്പോൾ അത്തരം ആൾക്കാർ മരുന്ന് കഴിച്ച് തൈറോയിഡിൻ്റെ ഗുളിക കഴിച്ച് ഒരു 4 മണിക്കൂർ കഴിഞ്ഞിട്ട് കാൽഷ്യം ഗുളികയാണെങ്കിലും അയൺ ഗുളികകളും കഴിക്കാൻ പാടുള്ളൂ. അതുപോലെ ഗ്യാസിൻ്റെ മരുന്ന് അത്യാവശ്യമില്ല എന്നുണ്ടെങ്കിൽ ഒഴിവാക്കാൻ പറ്റുന്നതാണെങ്കിൽ അത് ഒഴിവാക്കി നല്ലതായിരിക്കും. ഗ്യാസിൻ്റെ മരുന്ന് കഴിക്കുമ്പോഴത്തേക്കും തൈറോയിഡിൻ്റെ ഗുളികയുടെ ഡോസ് നമുക്ക് കുറച്ച് കൂടുതൽ വേണ്ടി വന്നേക്കാം. അപ്പോൾ ഇത്തരം കാര്യങ്ങൾ കറക്റ്റായിട്ട് ശ്രദ്ധിക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് തൈറോയിഡിൻ്റെ മരുന്നിൻ്റെ ഡോസ് ഒരു പരിധിവരെ കുറയ്ക്കാൻ സാധിക്കും. തൈറോയിഡിൻ്റെ പ്രവർത്തനം ബോഡിക്കകത്ത് കൃത്യമായി നിർത്താനും സാധിക്കും. തൈറോയിഡിൻ്റെ അസുഖങ്ങൾ പ്രധാനമായിട്ട് 2 തരമുണ്ട്. ഒന്നുകിൽ തൈറോയിഡിൻ്റെ പ്രവർത്തനം കുറയുന്ന കണ്ടീഷൻ, ഹൈപ്പോ തൈറോയിഡിസം എന്ന് പറയും, അല്ലെങ്കിൽ തൈറോയിഡിൻ്റെ പ്രവർത്തനം കൂടിയ കണ്ടീഷൻ, അല്ലെങ്കിൽ ഹൈപ്പർ തൈറോയിഡിസം എന്ന് പറയും. ഇപ്പോൾ തൈറോയിഡ് ഹോർമോൺ നമ്മുടെ ബോഡിക്കകത്ത് എല്ലാ പ്രവർത്തനത്തിനെയും ഒന്ന് നിയന്ത്രിക്കുന്ന ഒരു ഹോർമോണാണ്. അപ്പോൾ തൈറോയിഡ് ഹോർമോൺ ഇല്ല എന്നുണ്ടെങ്കിൽ നമ്മുടെ പ്രവർത്തനങ്ങളെല്ലാം സ്ലോ ആയിരിക്കും. ഇപ്പം ഹൈപ്പോ തൈറോയിഡിസം, തൈറോയിഡിൻ്റെ ഹോർമോൺ ബോഡിക്കകത്ത് കുറവ് വരുമ്പോഴത്തേക്കും നമുക്ക് എപ്പോഴും എല്ലാം സ്ലോ ആയിട്ട് വരും. അതായത് നമുക്ക് എല്ലാത്തിലും എനർജി കുറവ് വരും, താല്പര്യക്കുറവ് വരും, ഉറക്കം കൂടുതൽ വരും, പിന്നെ നമുക്ക് മോഷൻ പോകാനുള്ള ബുദ്ധിമുട്ട്, കോൺസ്റ്റിപ്പേഷൻ വരാം, മുടി കൊഴിച്ചിൽ വരാം, അതുപോലെ ഓർമ്മക്കുറവ് വരാം, വണ്ണം കൂടുതലായിട്ട് വരാം. അത്തരം ലക്ഷണങ്ങളാണ് പ്രധാനമായിട്ട് ഹൈപ്പോ തൈറോയിഡിസത്തിൽ വരുന്നത്. ഇനി തിരിച്ച് ഹൈപ്പർ തൈറോയിഡിസം ആകുമ്പോഴത്തേക്കും ഇതെല്ലാം തിരിച്ചു വരും. അതായത് നമ്മുടെ ബോഡിക്കകത്തുള്ള പ്രവർത്തനങ്ങളൊക്കെ വളരെ ഫാസ്റ്റായിട്ട് നടക്കും. അപ്പോൾ നമുക്ക് പെട്ടെന്ന് ആൻസൈറ്റി കൂടുതലായിട്ട് വരാം, എപ്പോഴും നമുക്കൊരു ഒരു വെപ്രാളം ഫീൽ ചെയ്യാം, കൈകാല് വിറയിൽ വരാം, ഉറക്കക്കുറവ് വരാം, മോഷൻ പോകും, നമുക്ക് ഫുഡ് കഴിച്ച ഉടനെ മോഷൻ പോകുന്ന ടെൻഡൻസി വരാം, വെയിറ്റ് ഒരുപാട് അങ്കർബാധനമായിട്ട് കുറയുന്ന അവസ്ഥ വരാം, വിശപ്പ് ഒരുപാട് കൂടുതൽ വരാം. ഇതെല്ലാം ഹൈപ്പർ തൈറോയിഡിസിൻ്റെ അസുഖങ്ങളാണ്. അപ്പോൾ ഇത്തരം രോഗലക്ഷണങ്ങൾ നിങ്ങൾക്ക് ഉണ്ടെന്നുണ്ടെങ്കിൽ തൈറോയിഡിൻ്റെ ബ്ലഡ് ടെസ്റ്റ് ചെയ്ത് നോക്കുക. അതനുസരിച്ച് തൈറോയിഡിൻ്റെ മരുന്നുകൾ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാവുന്നതാണ്. ഇത്തരം മരുന്നുകൾ കഴിക്കുമ്പോഴത്തേക്കും ഇത്തരം അസുഖങ്ങളുടെ ലക്ഷണങ്ങൾ വളരെ നല്ല രീതിയിൽ കുറയാൻ സാധിക്കും. അപ്പോൾ തൈറോയിഡിൻ്റെ മരുന്നിൻ്റെ കഴിക്കുന്ന രീതിയാണ് ഞാൻ നേരത്തെ പറഞ്ഞത്. അത് ഹൈപ്പോ തൈറോയിഡിസിൻ്റെ മരുന്നാണ് ഈ പറഞ്ഞ രീതിയിൽ കഴിക്കേണ്ടത്. ഇനി ഹൈപ്പർ തൈറോയിഡിസം ആണെന്നുണ്ടെങ്കിൽ നമുക്ക് ഫുഡിന് ശേഷം കഴിക്കുന്ന മരുന്നാണ്. അത് ചിലപ്പോൾ ഡെയിലി 1-2 നേരം കഴിക്കേണ്ടി വരും. ഹൈപ്പോ തൈറോയിഡിസം പോലെയല്ല, 2-3 നേരം കഴിക്കുന്ന മരുന്നുകളാണ് ഹൈപ്പർ തൈറോയിഡിസം കഴിക്കേണ്ട മരുന്നുകൾ. അത് ഫുഡിന് ശേഷം കഴിക്കേണ്ട മരുന്നുകളായിരിക്കും. ഇനി ഹൈപ്പർ തൈറോയിഡിസത്തിൻ്റെ ഒരു അസുഖത്തിൻ്റെ പ്രത്യേകത ഹൈപ്പോ തൈറോയിഡിസം പോലെയല്ല. ഹൈപ്പോ തൈറോയിഡിസം മരുന്നും മിക്കപ്പോഴും നമുക്കത് ഒരുപാട് നാൾ കഴിക്കേണ്ടി വരുന്ന മരുന്നുകളാണ്. പക്ഷേ ഹൈപ്പർ തൈറോയിഡിസം ആണെന്നുണ്ടെങ്കിൽ നമുക്കൊരു 1-2 വർഷം വരെ മരുന്ന് കഴിച്ചതിന് ശേഷം പിന്നെ അതിൻ്റെ ബ്ലഡിനകത്തുള്ള ലെവൽസൊക്കെ നോക്കിയിട്ട് ഒരു പരിധി വരെ മരുന്ന് നിർത്താനും സാധിക്കുന്ന ഒരു അവസ്ഥയാണ് ഹൈപ്പർ തൈറോയിഡിസം. പിന്നെ ചില ആൾക്കാർക്ക് മരുന്ന് നിർത്താൻ പറ്റാതെ വരുമ്പോഴത്തേക്കും വേറെ ചികിത്സാ മാർഗ്ഗങ്ങളുള്ളത് ഒന്ന് അയോഡിൻ തെറാപ്പി ഉണ്ട്. അയോഡിൻ്റെ ഒരു മെഡിസിൻ എടുത്തു കഴിഞ്ഞാൽ നമ്മുടെ ഗ്ലാൻഡിനെ ചുരുക്കിയിട്ട് നമുക്ക് ഈ മരുന്ന് നിർത്തിയിട്ട് ഇതിൻ്റെ ഓപ്പോസിറ്റ് ഹൈപ്പോ തൈറോയിഡിസിൻ്റെ മരുന്ന് തുടങ്ങാറുണ്ട്. അല്ലെങ്കിൽ നമുക്ക് കഴുത്തിന് മുഴകളുള്ളവരാണെങ്കിൽ തൈറോയിഡ് നീക്കം ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഹൈപ്പർ തൈറോയിഡിസം പൂർണ്ണമായിട്ട് മാറും. പക്ഷേ അത് ജീവിതകാലം മുഴുവൻ നമുക്ക് ഇതിൻ്റെ ഓപ്പോസിറ്റ് ആയിട്ടുള്ള ഹൈപ്പോ തൈറോയിഡിസിൻ്റെ മരുന്നുകൾ കഴിക്കേണ്ടി വരും.